സാമൂഹിക അസമത്വത്തിനെതിരെ ഗുരു പ്രതികരിച്ചു തുടങ്ങിയത് അറിവ് ആയുധമാക്കിക്കൊണ്ടായിരുന്നു. നമുക്കറിയാം, ചില ക്ഷേത്ര പ്രതിഷ്ഠ പരിപാടികൾക്ക് ക്ഷണിക്കപ്പെട്ടാലൊക്കെ ഗുരുവിൻ്റെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ നൽകിയ എല്ലാ ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളുടെ നിർമ്മിതിക്കൊപ്പം അവിടെ ചില പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുക, അങ്ങനെ അറിവ് ആയുധമാക്കിക്കൊണ്ടാണ് ഗുരു തൻ്റെ അനുയായി വൃത്തത്തെ നവോത്ഥാന മേഖലയിലേക്ക് ഉന്നയിച്ചത് എന്ന് നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പോലും ഒരുതരം പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്നു. ചില റിസർവ് ചെയ്യപ്പെട്ടിരുന്നു. ചില ഉന്നത കുലങ്ങൾക്ക് മാത്രമേ വിദ്യ അഭ്യസിക്കാൻ കഴിയുമായിരുന്നു എന്നൊരു ഘട്ടം. എന്തിന് ഭാഷയിൽ പോലും അങ്ങനത്തെ ചില ഉച്ചനീചത്വം ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിൽ പോലും ചില സമുദായങ്ങളിലെ ഭാഷ ചില ആളുകളുടെ ഗ്രേഡ് നമുക്ക് പറഞ്ഞു തരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ മാറി വന്നത് ഭാഷയിൽ പോലും ഇത്തരം ഞാൻ പറഞ്ഞത് കുളിച്ചു വരിക എന്നതിന് ഉപ്പ് എന്ന് പ്രയോഗിച്ചതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലപ്പെട്ടിരുന്നു അന്ന് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വർത്തമാനകാല സാഹചര്യത്തിൽ ബീഫ് കൊണ്ടുപോകുമ്പോഴോ മറ്റേതെങ്കിലും മാംസം കൊണ്ടുപോകുമ്പോഴോ അടിച്ചു കൊല്ലപ്പെടുന്നത് പോലെ തന്നെ ഒരു തരം ഫാസിസം അന്ന് ഭാഷാപരമായിട്ട് പോലും ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ ഒരുപാട് പദപ്രയോഗങ്ങളുണ്ടാവും. ഞാനൊരു ഉദാഹരണം എടുത്ത് പറഞ്ഞു മാത്രം. കുളിച്ചു വരിക എന്നതിന് നമ്മൾ ഉപ്പ് എന്ന് ഉച്ചരിച്ചതിൻ്റെ പേരിൽ ഒരു സ്ത്രീ അടിച്ചു കൊല്ലപ്പെട്ടുവെങ്കിൽ അത്രയും വിദ്യാഭ്യാസം ഒരു കൂട്ടർക്ക് തൊട്ടുകൂടായ്മയായി അവർക്ക് ചിന്തിക്കാൻ പഠിയാത്ത സംഭവമാക്കി വിദ്യാഭ്യാസത്തെ കൊണ്ടു നടന്ന കാലഘട്ടത്തിൽ സാമൂഹികമായി സാമ്പത്തികമായി പിന്നോക്കം നിന്നു പോരുന്ന ഒരു സമൂഹത്തെ അത്തരമൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ വിദ്യ നേടാൻ പ്രേരിപ്പിച്ച് അവർക്ക് വിദ്യ നേടാനുള്ള അവകാശത്തിന് വേണ്ടി പടപൊരുതി ശ്രീ നാരായണ ഗുരു വിദ്യാഭ്യാസത്തിനോട് കാണിച്ച വിദ്യാഭ്യാസ വിപ്ലവ ചിന്തകൾക്ക് നൽകിയ പ്രേരണയും വിശ്രമമില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശമായ സമരമുറകൾ, നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ സമരങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് ഒരു വലിയ സമുദായത്തെ നവോത്ഥാന മേഖലയിലേക്ക് വിദ്യാഭ്യാസ ഔന്നിത്യത്തിലേക്ക് വിദ്യാസമ്പന്നരാക്കി അതുവഴി നവോത്ഥാനത്തിലേക്ക് തിരിച്ചുവിടാൻ കഴിയും വിധം ഗുരുവിൻ്റെ സമുദായത്തെ ഇന്ന് നമ്മൾ കാണുന്ന നവോത്ഥാന നെറുകയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ശ്രീ നാരായണ ഗുരുവിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോട് കാണിച്ച പ്രാമുഖ്യമാണ് എന്ന് പറയാതെ വയ്യ. ഈ ഒരു കാലിക വായന പറയുമ്പോൾ കേരളത്തിലെ നവോത്ഥാന രാഷ്ട്രീയ മേഖലകൾക്ക്, പ്രത്യേകിച്ചും നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തന്നെ വലിയ താങ്ങായി വലിയ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ ഗുരുവിൻ്റെ സമുദായത്തിന് കഴിഞ്ഞതും കേരളത്തിലെ സാമുദായിക അന്തരീക്ഷം സൗഹാർദ്ദ നിലക്ക് കൊണ്ടുപോകുന്നതിൽ നേരത്തെ പറയപ്പെട്ട ഇടതുപക്ഷ നവോത്ഥാന ലിബറൽ മേഖലകൾക്ക് സംഭാവന കൊടുക്കുന്നത് പോലെ മുസ്ലിങ്ങളാദി ഇതര സമുദായങ്ങളോടും ഏറെ സഹവർത്തിത്വം കൊണ്ടുപോകാനും കേരളത്തിലെ വടക്കൻ മലബാറിൽ നമ്മൾ തീയർ എന്ന പേരിൽ അറിയുന്നവരും തെക്കൻ കേരളത്തിൽ ഈഴവരെന്നൊക്കെ പറയുന്ന ഗുരുവിൻ്റെ സമുദായം കേരളത്തിലെ മത അന്തരീക്ഷത്തിൽ സൗഹാർദ്ദം നിലനിർത്താൻ ഏറ്റവും കൂടുതൽ വലിയ സംഭാവന ചെയ്ത സമുദായം ഏത് എന്ന് ചോദിച്ചാൽ രണ്ടു വട്ടം ആലോചിക്കാതെ നിസ്സംശയം നമുക്ക് പറയാം, അത് ശ്രീ നാരായണ ഗുരുവിൻ്റെ സമുദായമാണ്. ചെറിയ സംഭാവനയല്ല കേരളത്തിലെ നവോത്ഥാന രാഷ്ട്രീയ ഭൂമികക്ക് ശ്രീ നാരായണ ഗുരുവിൻ്റെ സമുദായം ചെയ്തത്. അതിന് നാരായണ ഗുരു എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം വിദ്യാഭ്യാസമാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസം വളരുമ്പോഴേ അജ്ഞതയും മറ്റ് വർഗീയ ചിന്തകളും ഒക്കെ സ്വാഭാവികമായും അപ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ശ്രീ നാരായണ ഗുരുവിൻ്റെ ആ സന്ദേശം, വിദ്യാഭ്യാസ ചിന്തകളും നവോത്ഥാന ചിന്തകളും വർത്തമാനകാല രാഷ്ട്രീയ സാമുദായിക സാഹചര്യങ്ങളിൽ പുനർവായിക്കപ്പെടേണ്ടത്, മനസ്സിരുത്തി വായിക്കപ്പെടേണ്ടത്, ഉൾക്കൊള്ളേണ്ടത് എല്ലാ അർത്ഥത്തിലും വലിയ ഗുണകരമായിരിക്കുമെന്ന് പറയാതെ വയ്യ.